ഗായ്സ് ഇന്നലെ അവരുടെ സംഭവം ഉണ്ടായി. അത് നിങ്ങൾ അറിഞ്ഞോ? ഒരു കല്ല് വന്നെന്റെ മേത്ത് വീണു. ഇവിടെ നിന്നാണെന്നോ അങ്ങ് യൂറോപ്പിൽ നിന്നും. അപ്പൊ ഗായ്സ് വലോ നമുക്ക് യൂറോപ്പ് പഠിക്കാം. ഏത് കല്ലാണെന്നോ എന്റെ മേത്ത് വന്ന് വീണ? പോർച്ചുഗൽ. അപ്പൊ നമ്മൾ പോർച്ചുഗൽ ഇവിടെ വെക്കണം. പോർച്ചുഗൽ കല്ല് വന്ന് വീണപ്പോ എനിക്ക് വേദനിച്ചു. അപ്പൊ ഇംഗ്ലീഷിൽ എങ്ങനെ പറയുന്നത്? സ്പെയിൻ. അത് തന്നെ സ്പെയിൻ. അപ്പോ ഞാൻ അങ്ങനെ സ്പെയിനിലേക്ക് പോയി. സ്പെയിനിലേക്ക് പോയപ്പോ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയാന്ന് പറഞ്ഞ് ഞാൻ ഫ്രാൻസിൽ പോയി. ഫ്രാൻസിൽ പോയപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു സ്വിറ്റ്സർലാൻഡിൽ പോയാൽ മതി, അവിടെ പോയാൽ എല്ലാ വേദനയും മാറുന്നു. എന്തുകൊണ്ടാണ് രൂഹി സ്വിറ്റ്സർലാൻഡിൽ പോയാൽ പെയിൻ മാറുന്നത്? കാരണം സ്വിറ്റ്സർലാൻഡ് കാണാൻ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ ഞാൻ അങ്ങനെ സ്വിറ്റ്സർലാൻഡിൽ പോയി. അവിടെ ഉള്ളത് പറഞ്ഞു ഇഡലി കഴിക്കുന്നത് നല്ലതാണെന്ന്. ഇഡലിയോ? അതെ, ഇഡലി. അങ്ങനെ ഇഡലി കഴിക്കാൻ ഞാൻ എവിടെ പോയി? ഇറ്റലി. വേദന വന്നപ്പോ വിശന്ന് കാണുമല്ലേ, അതായിരിക്കും ഇഡലി കഴിക്കാൻ പോയത്. അതെ. അങ്ങനെ ഇറ്റലി പോയപ്പോ ഇഡലി കഴിച്ചോണ്ടിരിക്കുമ്പോ അവിടെ ഉള്ള പറഞ്ഞു ഇച്ചിരി ഗ്രീസ് എടുത്ത് തേക്കുന്നത് നല്ലതാണെന്ന്. അങ്ങനെ ഞാൻ ഗ്രീസിൽ പോയപ്പോ മോളി നോക്കിയപ്പോ ഇതാ ഒരു ക്രെയിൻ. അപ്പൊ ആ ക്രെയിനിൽ കയറാന്ന് വിചാരിച്ചു. അത് ഏത് ക്രെയിൻ ആയിരുന്നോ? യുക്രൈൻ. അങ്ങനെ ക്രെയിനിൽ കയറിയപ്പോ എനിക്ക് ഗൂസ് ബംസ് വന്നു. അതായത് സന്തോഷം കൊണ്ട് അല്ലേ? അതെ, അതായത് രോമാഞ്ചം. അപ്പൊ ഞാൻ എവിടെ എത്തി? റൊമേനിയയിൽ എത്തിയപ്പോൾ പോള കഴിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പോളണ്ടിൽ പോയി. പോള കഴിച്ചപ്പോ ഇതാ കൊറേ കിടക്കുന്നു. അത് ഏതാണെന്നോ? മെനി. അപ്പോൾ കൊറേ എന്ന് പറഞ്ഞാല് മെനി അല്ലേ? കൊറേ സ്ഥലം അല്ലേ? മെനി. ജർമ്മനി. അങ്ങനെ ജർമ്മനി പോയപ്പോൾ ഇതാ 3 ലാൻഡുകൾ കിടക്കുന്നു. അത് ഏതാണെന്നോ? അയർലാൻഡ്, ഐസ്ലാൻഡ്, പിന്നെ ഫിൻലാൻഡ്. 3 ലാൻഡും കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ അപ്പൊ ഇതാ എഴുതി വെച്ചിരിക്കുന്നു യുണൈറ്റഡ് കിങ്ഡം. അപ്പോൾ ഇതാ യുണൈറ്റഡ് കിങ്ഡത്തിൽ പോയി, അതായത് UK. അവിടെ പോയപ്പോ സിംഹമൊന്നും ഇല്ല. അതുകൊണ്ട് സിംഹത്തിനെ കാണാൻ നമ്മൾ സ്വീഡനിൽ പോയി. കിങ്ഡം ആവുമ്പോ ലയൺ വേണ്ടേ അല്ലേ? അതെ, കാരണം ഡെന്നിലായിരിക്കും സിംഹമുള്ളു. അങ്ങനെ നമ്മൾ സ്വീഡനിൽ പോയി. അവിടെയും സിംഹമില്ല. അങ്ങനെ സ്വീഡനിൽ പോയപ്പോഴും ഡെന്നിലും ലയൺ ഇല്ല അല്ലേ? ഇല്ല, പക്ഷെ ഒരു ഡെന്നിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. അതുകൊണ്ട് അതെന്താ? അത് നമ്മള് ഡെൻമാർക്കിലെത്തി എന്നാണ് പറഞ്ഞത്. ഡെൻമാർക്കിൽ പോയതിനു ശേഷം നല്ല വിശപ്പ്. അപ്പൊ നമ്മൾ എവിടെ പോയി? ഹംഗറിയിൽ പോയി. വിശന്നത് കൊണ്ട് അല്ലേ? ഹംഗറി. അങ്ങനെ ഹംഗറിയിൽ പോയതിനു ശേഷം ബെൽജിയം ചോക്ലേറ്റ്സ് കഴിക്കാൻ തോന്നി. അങ്ങനെ നമ്മൾ ബെൽജിയത്തിൽ പോയി. കാണാൻ പറ്റുന്നു ബെൽജിയം. അങ്ങനെ നമ്മള് ബെൽജിയം ചോക്ലേറ്റ്സിന് ഫേമസ് ആണല്ലോ അല്ലേ? ബെൽജിയം ചോക്ലേറ്റ്സ് കഴിച്ചോണ്ട് എന്ന് പറഞ്ഞ് നമ്മള് തുമ്മൽ വന്നു. അപ്പൊ നമ്മൾ എവിടെ പോയി വീണു? ഡച്ചിൽ പോയി വീണു. ഡച്ചിന്റെ വേറെ പേര് എന്താണെന്നറിയോ? നെതർലാൻഡ്സ്. നെതർലാൻഡ്സ്. അങ്ങനെ നെതർലാൻഡ്സിൽ പോയപ്പോ എനിക്ക് 3 കൂട്ടുകാരെ കിട്ടി. അത് ഏതാണെന്നോ? 3 പെൺകുട്ടികൾ അല്ലേ? 2 പെൺകുട്ടികളും ഒരാളും. അത് ഏതാണെന്നോ? എസ്റ്റോണിയ, ലിത്വാനിയ, ലാറ്റ്വിയ, ലിത്വാനിയ. ഇവരൊക്കെ പറഞ്ഞു നമുക്ക് ഒരു മോൾട്ടോവ കുടിക്കാന്ന്. മോൾട്ടോവ കുടിക്കാൻ വേണ്ടി മോൾഡോവയിൽ പോയതിനു ശേഷം കൂട്ടുകാർ പറഞ്ഞു ഇവിടെ വേലരെ കൂട്ടമുണ്ട്, അതാണ് ഓസ്ട്രിച്ച്. അങ്ങനെ ഓസ്ട്രിച്ചിനെ കാണാൻ നമ്മൾ ഓസ്ട്രിയയിൽ പോയി. അവിടെയും ഓസ്ട്രിച്ച് ഒന്നുമില്ല. അങ്ങനെ നമ്മൾ 4 പേരും കൂടി നോർവേ പോയി. ഓസ്ട്രിച്ചിനെ കാണാൻ ഓസ്ട്രിയയിൽ പോയി അല്ലേ? ഓസ്ട്രിച്ച് ഒന്നും ഇല്ല ഓസ്ട്രിയയില്. നോർവേയിൽ പോയി. നോർവേയിൽ നിന്നും നമ്മൾ എവിടെ എത്തിയെന്നോ? നോർവേയിലും നിന്നും ഏതോലെ ഏഷ്യ ഉണ്ടെന്ന് കേട്ടു. അവിടെ പോവാൻ വേണ്ടി നമ്മൾ ക്രൊയേഷ്യയിൽ പോയി. യൂറോപ്പിലെ ഏഷ്യ അല്ലേ? അതെങ്ങനെ സംഭവിക്കും അല്ലേ? അതാണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ക്രൊയേഷ്യ.
ക്രൊയേഷ്യ പോയതിനു ശേഷം ഏതോ ഒരു ഏതോ ഒരു റിപ്പബ്ലിക് അതെന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ പോയി. അതെന്താണെന്നോ? ചെക്ക് റിപ്പബ്ലിക്. നമ്മൾ ചെക്ക് റിപ്പബ്ലിക്കിൽ പോയപ്പോൾ അവിടെ സ്ലോ ആയിട്ട് നടക്കണമെന്ന് എഴുതി വെച്ചു. അതെന്തായിരുന്നു? സ്ലോവാക്കിയ. എങ്കിലും ഞാൻ ഇച്ചിരി ബലമായിട്ട് നടന്നു. അപ്പം നമ്മൾ ബെലറസിൽ പോയി. ബലമായി നടന്നു അല്ലേ? ബെലാറസ്. അങ്ങനെ ബെലാറസിൽ പോയതിനു ശേഷം ഒരു സർബത്ത് കുടിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ സെർബിയയിൽ പോയി. സർബത്ത് കുടിക്കാൻ സെർബിയയിൽ പോയി, ബെലാറസിന്ന് അല്ലേ? ബലം പിടിച്ചൊക്കെ നടന്നപ്പോ ദാഹിച്ചു അല്ലേ? അങ്ങനെ സെർബിയയിൽ പോയപ്പോൾ ബൾഗറിയ കഴിക്കാൻ തോന്നി. അങ്ങനെ നമ്മൾ 3 പേരും കൂടി ബൾഗേറിയയിൽ പോയി. ബൾഗേറിയയിൽ നിന്ന് നമുക്ക് 2 കൂട്ടുകാരെയും കൂടി കിട്ടി, ഒരു ബോസും ഒരു സ്റ്റുഡൻറ്റും. അതാണ് ബോസ്നിയ ആൻഡ് ഹെർസഗോവിന. എല്ലാ കൺട്രീസിന്റെ പേരും ആയല്ലോ. ഇത് ടോട്ടൽ 23 ഇമ്പോർട്ടന്റ് കൺട്രീസ് ആണ് അല്ലേ? യൂറോപ്പിൽ ഇനിയും ചെറിയ ചെറിയ സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ അടുത്തത് ഏഷ്യൻ കൺട്രീസും മിഡിൽ ഈസ്റ്റും കൊണ്ടുവരാം. അതിനകം നിങ്ങൾ യൂറോപ്പ് മൊത്തം പഠിക്കും. പഠിച്ചേക്കണേ, മറക്കരുത്.